Biscuit Limited manufactures three types of biscuit A, B, and C in a fully machinized factory. The company has been following conventional method of costing, എന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ സിസ്റ്റം ആയിരുന്നു, ആൻഡ് വിഷസ് ടു ഷിഫ്റ്റ് ടു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് സിസ്റ്റം, ആൻഡ് therefore wishes to have the following data presented under both the system for the month. അപ്പോൾ രണ്ട് സിസ്റ്റത്തിലും ഇവർക്ക് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഇവരുടെ 4 ഓവർ ഹെഡ്സ് ആണ് ഇവർക്ക് വരുന്നത്. ഇൻസ്പെക്ഷൻ കോസ്റ്റ് ഉണ്ട്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്, ഡൈ കോസ്റ്റ് ഉണ്ട്, സെല്ലിംഗ് ഓവർ ഹെഡ്സ് ഉണ്ട്. ഇതെല്ലാം പെർ മന്ത് ആണ്, പെർ മന്തിൻ്റെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 പ്രൊഡക്റ്റ് ABC, പ്രൈം കോസ്റ്റ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രൊഡക്ഷൻ യൂണിറ്റ് പെർ പ്രൊഡക്ഷൻ റൺ എന്ന് വെച്ചാൽ ഒരു ബാച്ച്, പ്രൊഡക്ഷൻ റൺ എന്ന് പറഞ്ഞ ബാച്ചാണ് കേട്ടോ, റൺ എന്ന് പറഞ്ഞ ബാച്ചാണ്. ഒരു ബാച്ചിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് അത് കണ്ട, ഗ്രോസ് പ്രൊഡക്ഷൻ ആണ്. ഒരു ബാച്ചിൽ 2520 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്. അടുത്ത ലൈനിൽ നോക്കിയേ, നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് പെർ ബാച്ച്, ഒരു ബാച്ചിൽ എത്ര ഡിഫക്റ്റീവ് ഉണ്ടാവും, 20. അതാണ് ഈ ക്വസ്റ്റ്യനിലെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു ഡിഫറൻസ് വരാൻ പോണത്. ഇപ്പോൾ 2520 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും അതിൽ 20 ഡിഫക്റ്റീവ് ആണ്. 2810 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും അതിൽ 10 ഡിഫക്റ്റീവ് ആണ്. 3010 പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും അതിൽ 10 ഡിഫക്റ്റീവ് ആണ്. ഡിഫക്റ്റീവ് യൂണിറ്റ്സും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ഒരു ഡിഫറൻസ്, വേറെ ഒന്നുമില്ല. ഇത് വരുമ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അതാണ്. ഇതൊക്കെ പെട്ടെന്ന് പക്ഷേ എക്സാമിന് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് പറയുവാണ്. ഇനി ഇൻസ്പെക്ഷൻ്റെ നമ്പർ ഓഫ് അവേഴ്സ് തന്നിട്ടുണ്ട്. ഇൻസ്പെക്ഷൻ നമ്പർ ഓഫ് അവേഴ്സ് പെർ പ്രൊഡക്ഷൻ റൺ. ഒരു ബാച്ച് ഇൻസ്പെക്ട് ചെയ്യാൻ A ആണെങ്കിൽ 3 മണിക്കൂർ വേണം. ഒരു ബാച്ച് ഓഫ് ബി ഇൻസ്പെക്ട് ചെയ്യാൻ 4 മണിക്കൂർ വേണം. ഒരു ബാച്ച് ഓഫ് സി ഇൻസ്പെക്ട് ചെയ്യാൻ 4 മണിക്കൂർ വേണം. അതേപോലെ ഡൈ കോസ്റ്റ്, ഇവിടെ ഡൈ കോസ്റ്റ് ഇല്ലേ, അതിൻ്റെ ഒരു ബാച്ചിൻ്റെ ഡൈ കോസ്റ്റ് 200 രൂപ, 300 രൂപ, 250 രൂപ. നമ്പർ ഓഫ് മെഷീൻ അവേഴ്സ് പെർ ബാച്ച്, പ്രൊഡക്ഷൻ റൺ എന്ന് പറഞ്ഞ ബാച്ച്, ഒരു ബാച്ചിൻ്റെ എത്ര അവേഴ്സ് ആണ്, 20 മെഷീൻ അവേഴ്സ്, 12 മെഷീൻ അവേഴ്സ്, 30. അതേപോലെ സെയിൽസ് എത്ര യൂണിറ്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട് പെർ മന്ത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സംഭവം. ഒരു മിനിറ്റ് നോക്ക്, നമുക്കില്ലേ ടോട്ടൽ 2520 യൂണിറ്റ്സ് ആണ്. ടോട്ടൽ 2520 യൂണിറ്റ്സ് ആണ്. അതിൽ 20 ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതുവാണ്, ഗുഡ് യൂണിറ്റ്സ് പെർ പ്രൊഡക്ഷൻ റൺ. ഒരു ബാച്ചിൽ എത്ര ഗുഡ് യൂണിറ്റ്സ് ഉണ്ട്, 2500, അതേപോലെ 2800, 3000. ഇത്രയും ഗുഡ് യൂണിറ്റ്സ് ആണ് ഒരു ബാച്ചിൽ. ഈ കൊല്ലം 25,000 യൂണിറ്റ് സെല്ല് ചെയ്തു എന്നാണ് പറയണത്, 25,000. എന്നിട്ട് ഇവർ പറയാനുണ്ട്, ദർ ഇസ് നോ അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രി, ഓൾ ഗുഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ സോൾഡ്. പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ് യൂണിറ്റ്സ് മുഴുവനും എന്ത് ചെയ്തു, സെല്ല് ചെയ്തു. ദർ ഇസ് നോ ഇൻവെൻട്രി, ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നും ഇല്ല. അപ്പോൾ ഒരു ബാച്ചിൽ 2500 ഗുഡ് യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ കൊല്ലം നമ്മൾ ഈ മാസം നമ്മൾ 25,000 ഗുഡ് യൂണിറ്റ് സെല്ല് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രാവശ്യം എത്ര ബാച്ചസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺ, എത്ര ബാച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. 25,000 ഡിവൈഡഡ് ബൈ 2500 ചെയ്ത് നോക്കിയേ, 10 ബാച്ചസ് അല്ലേ, നല്ലത് ശരിയാവുള്ളൂ. ഒരു ബാച്ചിൽ 2500 ഗുഡ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ 10 ബാച്ച് ഉണ്ടെങ്കിൽ 2500 ഗുഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എത്ര സെല്ല് ചെയ്ത്, ഒരു ബാച്ചിൽ 2500, 10 ബാച്ച് ഉണ്ടെങ്കിൽ 25,000, 25,000 ഗുഡ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത്. ഓക്കെ. അതുപോലെ ബീന് എത്ര ബാച്ചസ് ഉണ്ടാവും, ടോട്ടൽ 56,000 ആണ്. ഒരു ബാച്ചിൽ 2800 ഗുഡ് യൂണിറ്റ്സ് ആണ്, അപ്പോൾ 20. സിയിൽ 27,000 ആണ് സെല്ല് ചെയ്തേക്കണം. ഒരു ബാച്ചിൽ 3000 ഗുഡ് യൂണിറ്റ്സ് ആണ്, അപ്പം 9 ബാച്ചസ് ആണ്. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ആ നോട്ടിൽ എഴുതണം കേട്ടോ, അത് എഴുതണം, അത് നമുക്ക് എഴുതാം ആദ്യം. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ എഴുതിക്കോ, ഗുഡ് യൂണിറ്റ്സ് പെർ പ്രൊഡക്ഷൻ റൺ. ഒരു പ്രൊഡക്ഷൻ റണ്ണിൽ എത്ര ഗുഡ് യൂണിറ്റ്സ് ഉണ്ട്, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി കേട്ടോ. 2520 മൈനസ് 20, 2810 മൈനസ് 10, 3010 മൈനസ് 10,
അപ്പോൾ 2500, 2800, 3000. Good units sold per month 25,000, 56,000, 27,000. Therefore, number of production run per month. ഈ മാസം എത്ര പ്രൊഡക്ഷൻ റൺ ഉണ്ട്? പ്രൊഡക്ഷൻ റൺ എന്ന് പറഞ്ഞാൽ ബാച്ചസ് എത്ര ഉള്ളൂ കേട്ടോ. എത്ര ബാച്ചസ് ഉണ്ട്? 10, 20, 9. ക്ലിയർ അല്ലേടാ? ഇത്രയും ബാച്ചസ് ആണ് നമുക്കുള്ളത്. ശരി, ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കാം. ഈ പോയിന്റ്സ് ഒക്കെ നോക്കിയേ. All manufacturing and selling overhead are conventionally allocated on the base of units sold. അപ്പോൾ ഇതാണല്ലോ ഓൾ സെല്ലിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇത് കൺവെൻഷനലി ട്രഡീഷണൽ സിസ്റ്റത്തിലില്ലേ, എന്തിൻ്റെ ബേസിസിലാണ് അലോക്കേറ്റ് ചെയ്യണത്? ഓൺ ദ ബേസിസ് ഓഫ് യൂണിറ്റ്സ് സോൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ സിസ്റ്റത്തിൽ ഓവർഹെഡ്സ് ആർ അലോക്കേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് യൂണിറ്റ്സ് സോൾഡ്. ശരി, ഇനി ഇവിടെ എന്താ പറയണത്? പ്രൊഡക്റ്റ് എ നീഡ്സ് നോ അഡ്വർടൈസ്മെൻറ്റ്. എക്ക് അഡ്വർടൈസ്മെൻ്റ് ഒന്നും വേണ്ട. ഡ്യൂ ടു ഇറ്റ്സ് ന്യൂട്രീറ്റീവ് വാല്യൂ ഇറ്റ് ഈസ് റെഡിലി കൺസ്യൂംഡ് ബൈ ഡയബറ്റിക് പേഷ്യൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ സെല്ലിംഗ് ഓവർഹെഡ് ഇസ് 83,000. അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് ഓവർഹെഡ് എത്രയാണെന്ന് നോക്കിയാൽ സെല്ലിംഗ് ഓവർഹെഡ് 1,62,000 ആണ്. ഞാനിവിടെ ഒന്ന് എഴുതുവാണ്, നിങ്ങൾ വേണമെങ്കിൽ നോട്ടിലോട്ട് എഴുതിക്കോ. സെല്ലിംഗ് ഗിവൺ എഴുതണ പോലെ സെല്ലിംഗ് ഓവർഹെഡ് 1,62,000 ആണ്. ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഉണ്ട്. എത്ര റുപ്പീസ് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഉണ്ട്? 83,000 ഉണ്ട്. ഇവർ പറയുവാണ് എക്ക് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഒന്നും വേണ്ട. അപ്പോൾ എയിലേക്ക് 0 ആണ് എടുക്കേണ്ടത്. ബിയിലേക്കും സിയിലേക്കും എത്ര എടുക്കണം അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്? അതിന് നമുക്കപ്പോൾ ഏത് ബേസിസിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും? എയിലേക്ക് എടുക്കണ്ടെന്നല്ലേ പറയണത്. അപ്പോൾ ബിയിലും സിയിലുമാണ് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ റേഷ്യോയിൽ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്താൽ പോരെ. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. വേറെ ആകെ ഉള്ളത് ഇവിടെ ഡിഫക്റ്റീവ് യൂണിറ്റ്സ് വേണ്ട, അവേഴ്സ് വേണ്ട, ഡൈ കോസ്റ്റ് വേണ്ട, മെഷീൻ അവേഴ്സ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? 56,000, 27,000 ഈ റേഷ്യോയിൽ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റിന് നമുക്ക് അപ്പോർഷൻ ചെയ്യാം. ഏത് മെത്തേഡിൽ? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ കേട്ടോ. ട്രഡീഷണൽ സിസ്റ്റത്തിൽ ഇതൊന്നുമില്ല. ടോട്ടൽ ഓവർ ഹെഡ്സിന് ഒറ്റ ബേസിസിലാണ്, യൂണിറ്റ് സോൾഡിൻ്റെ ബേസിസിലാണ്. ഇത് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ്. ഇനി അടുത്ത എന്താ നോക്കിയേ. പ്രൊഡക്റ്റ് ബി നീഡ്സ് ടു ബി സ്പെഷ്യലി പാക്ഡ് ബിഫോർ ബീയിങ് സോൾഡ് സോ ദാറ്റ് ഇറ്റ് മീറ്റ്സ് കോമ്പറ്റീഷൻ. 54,000 was the amount spent for the month in specially packing B. And this has been included in the total selling overhead cost given. അപ്പോൾ ഈ സെല്ലിംഗ് ഓവർഹെഡ് ഇല്ലേ, ഇതിൽ പാക്കിംഗ് കോസ്റ്റ് ഉണ്ട്. പാക്കിംഗ് കോസ്റ്റ് ഓഫ് ബി ഉണ്ട്. സ്പെഷ്യൽ പാക്കിംഗ് കോസ്റ്റ് ഓഫ് ബി എത്ര റുപ്പീസ്? 54,000. അപ്പോൾ ഈ 54,000 റുപ്പീസ് മൊത്തം നമ്മൾ ഏതിലോട്ടാണ് എടുക്കാൻ പോണത്? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇത് മൊത്തം ബിയിലോട്ട് എടുക്കാൻ പോണത്. കാരണം ബാക്കി രണ്ടിനും പാക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ബിക്കാണ് സ്പെഷ്യൽ പാക്കിംഗ് വേണ്ടതെന്നാണ് പറയണത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി അതർ സെല്ലിംഗ് ഓവർഹെഡ് ഉണ്ട്. അത് എത്ര വരും? ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കിയേ. 1,62,000 83 അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു, 54,000 പാക്കിംഗ് ആണെന്ന് പറഞ്ഞു, ബാക്കി ഒരു 25,000 രൂപയുണ്ട്. ആ 25,000 രൂപ നമുക്ക് ഏത് ബേസിസിൽ അപ്പോർഷൻ ചെയ്യാം? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് സെയിൽസിൻ്റെ ബേസിസിൽ നമുക്ക് അപ്പോർഷൻ ചെയ്യാം. 25, 56, 27. എ ബി സി 25, 56, 27. അതെന്താന്ന് പറയട്ടെ, സെയിൽസ് യൂണിറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതാം. ഇത് ജസ്റ്റ് ഗിവൺ പോലെ ആ സെൻറ്റൻസ് വായിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതർ സെല്ലിംഗ് ഓവർഹെഡ് എ ബി സിയിലേക്ക് പോവും. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് എയിൽ പോകരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിയിലും സിയിലും മാത്രമായിട്ട് പോവും. പാക്കിംഗ് കോസ്റ്റ് ബിയുടെ മാത്രമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ബിയിൽ മാത്രമേ വരത്തുള്ളൂ. ക്ലിയർ ആണോ?
ഓക്കെ, ശരി, അത്രേ ഉള്ളൂ നോട്ട്. ബാക്കിയൊക്കെ എന്താ, യു ആർ റിക്വയർഡ് ടു പ്രസന്റ് പ്രൊഡക്റ്റ് വൈസ് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് അണ്ടർ ട്രഡീഷണൽ സിസ്റ്റം ആൻഡ് ABC ആൻഡ് അക്കോർഡിംഗ്ലി റാങ്ക് ദ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ രണ്ട് സിസ്റ്റത്തിലും ചെയ്യുക. ട്രഡീഷണൽ സിസ്റ്റത്തിലും ചെയ്യുക, ABC സിസ്റ്റത്തിലും ചെയ്യുക, പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇല്ലേ, ഒരു മിനിറ്റ് നോക്ക്, സെയിൽസിൽ നിന്ന് പ്രൈം കോസ്റ്റ് മൈനസ് ചെയ്യണം, പിന്നെ ദേ ബാക്കിയുള്ള ഈ 4 കോസ്റ്റുകളില്ലേ, ഈ കോസ്റ്റുകളും മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. അത്രേ ഉള്ളൂ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പർട്ടിക്കുലേഴ്സ് ABC ടോട്ടൽ ഫോർമാറ്റിൽ തുടങ്ങാം നമുക്ക്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ട്രഡീഷണൽ മെത്തേഡ്, അണ്ടർ ട്രഡീഷണൽ മെത്തേഡ്. ABC ടോട്ടൽ. ഓക്കെ, സെയിൽസ് ക്വാണ്ടിറ്റി ഒന്ന് എഴുതി വെച്ചേക്കാൻ പോവാണ്. 25,000, 56,000, 27,000. ഓക്കെ, ഫസ്റ്റ് ലൈനിൽ നമുക്ക് സെയിൽസ് എഴുതാം. സെയിൽസ്, അപ്പോൾ ഇവരുടെയൊക്കെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ടല്ലോ. സെല്ലിംഗ് പ്രൈസ് എത്രയൊക്കെയാണെന്ന് നോക്കിയാൽ 18, 14, 12. 18, 14, 12. 25,000 into 18, 4,50,000. 56,000 into 14, 7,84,000. 27,000 into selling price 12, 3,24,000. ഓക്കെ, ഈ ഫിഗറും എഴുതണേ, ടോട്ടൽ എഴുതണേ. $15,58,000. ഓക്കെ, ശരി. പിന്നെ ലെസ് പ്രൈം കോസ്റ്റ്, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രൈം കോസ്റ്റ് എടുക്കുമ്പോൾ ഇല്ലേ, പ്രൈം കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 12,980. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇൻറ്റു എന്താ ചെയ്യാൻ പോണത്, പ്രൈം കോസ്റ്റ് ഇൻറ്റു എന്താ ചെയ്യാൻ പോണത്, 25,000 ചെയ്യാൻ പോണത്. അതാണ് തെറ്റ്. അതല്ല കേട്ടോ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ പ്രൈം കോസ്റ്റ് എടുക്കുമ്പോൾ ഇല്ലേ, ഇതണ്ട, ഒരു ബാച്ചിൽ 2520 യൂണിറ്റ്സ് ആണ് നമ്മൾ ഗ്രോസ് പ്രൊഡ്യൂസ് ചെയ്തത്. അത് മുഴുവനിൻ്റെയും കോസ്റ്റ് എടുക്കണം. എന്തുകൊണ്ടാണ്? നമ്മളിത് ഇൻ്ററിലൊക്കെ പഠിക്കുന്നുണ്ട്. ഈ ഡിഫക്റ്റീവ് എന്ന് പറയണതില്ലേ, 2 ടൈപ്പ് ഡിഫക്റ്റീവ് ഉണ്ട്. നോർമൽ ഡിഫക്റ്റീവ്സും ഉണ്ട്, അബ്നോർമൽ ഡിഫക്റ്റീവ്സും ഉണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് നോർമൽ ഡിഫക്റ്റീവ് ആണ്. അതായത് എനിക്ക് 2,500 ഗുഡ് യൂണിറ്റ്സ് വേണമെങ്കിൽ ഞാൻ 2,520 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും എല്ലാം ഇൻകർ ചെയ്യണം. എന്നാലേ അവസാനം എനിക്ക് 2,500 ഗുഡ് യൂണിറ്റ്സ് ഉണ്ടാവുള്ളൂ. ബിക്കോസ് എൻ്റെ പ്രൊഡക്ഷനിൽ കുറച്ച് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് തന്നെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് നോർമൽ ലോസ് ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് എടുക്കുമ്പോൾ 2520 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് എടുക്കും. നോർമൽ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം എടുക്കുമ്പോൾ നമ്മളത് 2520 യൂണിറ്റ്സിൻ്റെ എടുക്കും. മനസ്സിലായോ? അങ്ങനെ വേണം എടുക്കാൻ. ബിക്കോസ് ഈ ഡിഫക്റ്റീവ്സ് ഒക്കെ നോർമൽ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. ഇപ്പോൾ ഡിഫക്റ്റീവ്സ് അബ്നോർമൽ ആണെന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയട്ടെ, അപ്പോഴും വ്യത്യാസം വരും. 2520 യൂണിറ്റ്സിൻ്റെ എടുത്തിട്ട് 20 യൂണിറ്റ്സിൻ്റെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. അതൊരു അബ്നോർമൽ ഐറ്റം പോലെ റൈറ്റ് ഓഫ് ചെയ്ത് കളയും P&L. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ഒന്നും വരില്ല. പക്ഷെ അത് പാടാണ്, അത് ഇതിലും പാടാണ്. നമ്മൾ എന്നിട്ട് എന്താണ്, അബ്നോർമൽ ഐറ്റം പോലെ നമ്മൾ P&L റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അപ്പോൾ ഇതങ്ങനെയൊന്നും പറയാത്ത സ്ഥിതിക്ക് എപ്പോഴും നോർമലായിട്ട് എടുക്കുന്നതാണ് നല്ലത്. കോസ്റ്റ് എടുക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. സെയിൽസ് എടുക്കുമ്പോൾ 2500 വരുള്ളൂ. പക്ഷേ കോസ്റ്റ് എടുക്കുമ്പോൾ 2520 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും നോക്കുക. പ്രൈം കോസ്റ്റ് എടുക്കുമ്പോൾ എത്രയാണ് പ്രൈം കോസ്റ്റ്? 12 ആണ്. 12
12 ഇൻറ്റു 2520 ഇൻറ്റു എത്ര ബാച്ചസ് ആയിരുന്നു? 10 ബാച്ചസ്. 3,02,400. അടുത്തത് എടുക്കുമ്പോൾ ബി ചെയ്യുമ്പോൾ 9 ഓക്കെ. 9 ഇൻറ്റു എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണത്? ഗ്രോസ് പ്രൊഡക്ഷൻ 2810 ഇൻറ്റു അങ്ങനത്തെ എത്ര ബാച്ചസ്? 20 ബാച്ചസ്. 505800. അടുത്തത് ചെയ്യുമ്പോൾ എത്രയാണ്? 8 ആണ്. പ്രൈം കോസ്റ്റ് 8. 8 ഇൻറ്റു 3010 ഇൻറ്റു 9. 216720. ഓക്കെ. സെയിൽസിന്ന് പ്രൈം കോസ്റ്റ്. ഇനി ബാക്കിയുള്ള ഓവർ ഹെഡ്സ്. അതർ ഓവർ ഹെഡ്സ്. ട്രഡീഷണൽ മെത്തേഡ് അല്ലേടാ നമ്മൾ ചെയ്യണത്. ട്രഡീഷണൽ മെത്തേഡ് ചെയ്യുമ്പോൾ ഇല്ലേ, അവർ നോക്കിയ ക്വസ്റ്റ്യനിൽ എന്തെന്നാ പറഞ്ഞത്? ട്രഡീഷണൽ മെത്തേഡിൽ ഓൾ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് ആർ അലോക്കേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് യൂണിറ്റ് സോൾഡ്. യൂണിറ്റ് സോൾഡിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ടോട്ടൽ ഓവർ ഹെഡ്സ് എത്രയാണെന്ന് ആദ്യം ആഡ് ചെയ്തെടുക്കുക, എല്ലാ ഓവർ ഹെഡും കൂടെ. 73,000 പ്ലസ് 142,000 പ്ലസ് 10,250 പ്ലസ് 1,62,000 18,45,250. അല്ല, എന്തോ തെറ്റുണ്ടല്ലോ ടൈപ്പ്. 73 142 10 250. അവിടെ കറക്റ്റ് തെറ്റിപ്പോയി. 73,000 പ്ലസ് 142,000 പ്ലസ് 10,250 പ്ലസ് 1,62,000 3,87,250. അപ്പോൾ ടോട്ടൽ 3,87,250 ആണ്. ഇത് ഏത് റേഷ്യോയിൽ എടുക്കാനാണ് പറയണത്? സെയിൽസിൻ്റെ റേഷ്യോയിൽ എടുക്കാൻ, അതായത് ഈ ക്വാണ്ടിറ്റിയുടെ റേഷ്യോയിൽ എടുക്കാൻ. ഓക്കെ. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 2556 27 108 ആണ്. അപ്പോൾ 3,87,250 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 25 89641 divided by 25 into 56 2,00796. ഒന്ന് ചെക്ക് ചെയ്തോട്ടോ. $96,813 ചെക്ക് ചെയ്തോ, നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്തിട്ട് കേട്ടോ. പ്രോഫിറ്റ് കണ്ടുപിടിച്ചോ. അപ്പോൾ അതർ ഓവർ ഹെഡ്സ് നമ്മൾ എന്ത് ചെയ്തു? ഇത് ട്രഡീഷണൽ മെത്തേഡ് അല്ലേ. ടോട്ടൽ ഓവർ ഹെഡ്സ് കണ്ടുപിടിച്ചു. ഏത് റേഷ്യോയിൽ? സെയിൽസ് ക്വാണ്ടിറ്റിയുടെ റേഷ്യോയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ. ആൻസർ കറക്റ്റ് ആണ്. ഒന്ന് പറഞ്ഞേ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു 2022 ഡിസംബർ. ചെക്ക് ആൻസർ. എല്ലാവരും ആൻസർ ഒന്ന് പറ. ഫൈനൽ ആൻസർ പറ. അപ്പോഴത്തേക്ക് ഞാൻ കറക്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരെണ്ണം ചെക്ക് ചെയ്താൽ മതിയല്ല. 4,50,000 30,24,000 മൈനസ് 89,641.
57,959 കറക്റ്റാണ് കേട്ടോ. ആൻസർ കറക്റ്റാണ്. ടെസ്റ്റ് ആൻസറിലുള്ള ആൻസർ ആയിട്ട് കറക്റ്റാണ്. ബാക്കി രണ്ടും ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം. 77,404 10,467. ഇതൊക്കെയാണ് സജസ്റ്റ് ആൻസറിലെ ആൻസർ ആയിട്ട് കിടക്കുന്നത്. ചെക്ക് ചെയ്തടാ, ഇതല്ലേ കിട്ടണേ നോക്കി എല്ലാവർക്കും. ഓക്കെ 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 ഓക്കെ, എല്ലാവർക്കും തന്നെ കിട്ടും. യെസ്, ഓക്കെ. അപ്പം ഇതിൻ്റെ സംഭവം മനസ്സിലായ? ഈ ക്വസ്റ്റ്യനിൽ ഞാനിത് എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈം കോസ്റ്റ് എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പ്രൈം കോസ്റ്റ് എടുക്കുമ്പോൾ നമ്മളുടെ ടെക്സ്റ്റിൽ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇത് എന്താണ് സജസ്റ്റഡ് ആൻസറിൽ വന്നപ്പോൾ ഇവന്മാർ ഗ്രോസ് മാർജിനിൽ നിന്നാണ് തുടങ്ങിയേക്കണത്. അതായത് ഈ സെയിൽസിൽ നിന്ന് പ്രൈം കോസ്റ്റ് മൈനസ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറിനെ ഗ്രോസ് മാർജിൻ എന്ന് വിളിച്ച്. ആക്ച്വലി അത് തെറ്റാണ്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ. എന്തുകൊണ്ടാണെന്ന് പറയട്ടെ, സെയിൽസ് മൈനസ് പ്രൈം കോസ്റ്റ് അല്ല ഗ്രോസ് മാർജിൻ. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഗ്രോസ് മാർജിൻ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഉള്ളിൽ എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സെല്ലിംഗ് ഓവർ ഹെഡ് എടുക്കണമെന്നില്ല, പക്ഷേ പ്രൊഡക്ഷൻ ഓവർ ഹെഡും കൂടി എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് COGS ആവുന്നത്. അപ്പോൾ സെയിൽസ് മൈനസ് COGSനെയാണ് ഗ്രോസ് മാർജിൻ എന്ന് വിളിക്കേണ്ടത്. അപ്പം ശരിക്കും അങ്ങനെയാണ് എഴുതുന്നത്. നമ്മളത് എഴുതിയില്ല, ഒഴിവാക്കി, നേരെ പ്രോഫിറ്റിലോട്ട് പോയി. ടെക്സ്റ്റിൽ അപ്പോൾ അവന്മാർ സെയിൽസ് മൈനസ് പ്രൈം കോസ്റ്റ് ചെയ്തിട്ട്, ടെക്സ്റ്റിലല്ല ഈ സജസ്റ്റ് ആൻസറിൽ സെയിൽസ് മൈനസ് പ്രൈം കോസ്റ്റ് എഴുതിയിട്ട് ഗ്രോസ് മാർജിൻ എന്ന് വിളിച്ചേക്കുവാണ്. ശരിക്കും തെറ്റാണ്, ലോജിക്കലി തെറ്റാണ്. നമ്മൾ അതിലോട്ട് പോയില്ല. പക്ഷെ അതിൽ തന്നെ സെയിൽസും പ്രൈം കോസ്റ്റും അവർ എഴുതിയിട്ടില്ലേ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എപ്പോഴും ഡൗട്ട് ചെയ്യും, ഇതെങ്ങനെ ഈ ഗ്രോസ് മാർജിൻ കിട്ടണത്, ഇത് നമുക്ക് ശരിക്കും കിട്ടണില്ലല്ലോ. അത് കിട്ടാത്തതിൻ്റെ കാര്യം ഇതാണ്. സെയിൽസ് എടുക്കുമ്പോൾ 2500 ഗുഡ് യൂണിറ്റ്സ് മാത്രമാണ് സെയിൽസിൽ വരുള്ളൂ, റവന്യൂ. പക്ഷെ കോസ്റ്റ് എടുക്കുമ്പോൾ 2520 കോസ്റ്റ് എടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ അസ്യൂം ചെയ്യണത് ആ 20 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് നോർമൽ കോസ്റ്റ് ആണ്. ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. ഡിഫക്റ്റീവ്സ് ഒക്കെ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് നോർമലാണ്, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. ഈ പ്രോസസ്സിൽ എപ്പോഴുള്ള ഡിഫക്റ്റീവ് ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. അതാണ് അതിൻ്റെ ലോജിക്ക് കേട്ടോ. അപ്പോൾ എങ്ങാനും ഇത് വരുവാണെങ്കിൽ, ഇങ്ങനത്തെ സെയിം ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി ബേസ്ഡ് മെത്തേഡ് ചെയ്യാം. ഇതിൻ്റെ പാർട്ട് 2 കേട്ടോ, പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതിലില്ലടാ, ഫസ്റ്റ് ഇതൊക്കെ സെയിം ആണ്, ഓവർ ഹെഡ്സ് പോലെ മാറും. നിങ്ങൾക്ക് ഗ്രോസ് മാർജിൻ എന്ന് പറഞ്ഞ ഫിഗർ എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ അടുത്ത ഐറ്റം എഴുതണം. അതായത് പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർ ഹെഡ്സ് ഇത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗ്രോസ് മാർജിൻ കിട്ടുള്ളൂ. ഓക്കെ, ഇതിൽ നിന്ന് സെല്ലിംഗ് ഓവർ ഹെഡും കൂടെ മൈനസ് ചെയ്യുമ്പോഴാണ് നെറ്റ് മാർജിൻ കേട്ടോ. അല്ലാണ്ട് സെയിൽസ് മൈനസ് പ്രൈം കോസ്റ്റ് അല്ല ഗ്രോസ് മാർജിൻ. ഒക്കെ തെറ്റാണ്. ഒരു പലരും ശ്രദ്ധിക്കാത്ത എന്താണെന്ന് അറിയില്ല, ഈ സജസ്റ്റഡ് ആൻസറിലൊക്കെ കൊണ്ട് ഇങ്ങനത്തെ തെറ്റൊക്കെ ചെയ്തൊക്കെയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എഴുതാതിരുന്നാൽ മതി, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഫോർമാറ്റിൽ, ഇപ്പോൾ ടെക്സ്റ്റിലുള്ള ഫോർമാറ്റിൽ എഴുതണമെങ്കിൽ എഴുതാം പ്രൈം കോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ എഴുതാൻ പോകണം അതർ ഓവർ ഹെഡ്സ് അല്ലേ. ഇവിടെ എന്തൊക്കെയുള്ളത്? ഫാക്ടറി ഓവർ ഹെഡ്സ് ചെയ്താൽ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നോക്കി എന്തൊക്കെയാണുള്ളതെന്ന്. 4 ഓവർ ഹെഡാണ്. ഇൻസ്പെക്ഷൻ കോസ്റ്റും ഉണ്ട്, മെഷീൻ്റെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസും ഉണ്ട്, ഡൈ കോസ്റ്റും ഉണ്ട്, സെല്ലിംഗ് ഓവർ ഹെഡും ഉണ്ട്. അപ്പോൾ ഈ സെല്ലിംഗ് ഓവർ ഹെഡ് വിട്ടേക്ക്, അത് COGSൽ വരില്ല. ബാക്കി മൂന്നും COGSൽ എടുക്കണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ബിക്കോസ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡാണ് എടുക്കുക. അപ്പോൾ ഓരോന്നെടുക്കാം. ഇൻസ്പെക്ഷൻ കോസ്റ്റ് എങ്ങനെ എടുക്കും? വല്ല നോട്ട് ഉണ്ടോ? ഇൻസ്പെക്ഷൻ കോസ്റ്റിന് നോട്ടൊന്നും ഇല്ല, അത് ഇൻസ്പെക്ഷൻ അവേഴ്സിൻ്റെ ബേസിസിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡിൽ ഇൻസ്പെക്ഷൻ കോസ്റ്റ്
നമ്മൾ ശരിക്കും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് പഠിച്ചപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യണത്? കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ചെയ്യുമായിരുന്നു. ഓക്കെ, കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ഓർക്കണില്ലേ? ആക്ടിവിറ്റി കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഡ്രൈവർ. ഇവിടെ അത് ചെയ്യാം, പക്ഷെ അത് ചെയ്യണമെന്നില്ല. അല്ലാതെ വെറുതെ ഈസി ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അതിലോട്ടൊന്നും പോകാത്തത്. ഈസി ആയിട്ട് ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്യാം. ഇൻസ്പെക്ഷൻ കോസ്റ്റ് നമുക്ക് ഏത് ബേസിസിൽ ചെയ്യാം? ഇൻസ്പെക്ഷൻ അവേഴ്സിന്റെ ബേസിസിൽ വെറുതെ അലോക്കേറ്റ് ചെയ്താൽ മതി. അതായത് ഇതാണ് ഇൻസ്പെക്ഷൻ അവേഴ്സ്, ഈ ബേസിസിലാണ് ഇൻസ്പെക്ഷൻ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാൻ പോണത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇൻസ്പെക്ഷൻ അവേഴ്സ് പെർ ബാച്ച് ആണ്. ഒരിക്കലും പെർ ബാച്ച് ബേസിസിൽ അലോക്കേറ്റ് ചെയ്യരുത്. ടോട്ടൽ എത്ര ബാച്ചസ് ഉണ്ട് നോക്കുക. എക്ക് 10 ബാച്ച് ഉണ്ട്, ബിക്ക് 20 ബാച്ച് ഉണ്ട്, സിക്ക് 9 ബാച്ച് ഉണ്ട്. അപ്പൊ ഈ റേഷ്യോയിൽ വേണം, 3:4:4 റേഷ്യോയിലല്ല. 3:10, 30:8:36 ആ റേഷ്യോയിൽ വേണം നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ ഇൻസ്പെക്ഷൻ കോസ്റ്റ്. എൻ്റെ റേഷ്യോ ഇവിടെ എഴുതുവാണ്. 30:4:20 ഇത് എത്ര രൂപ? 4:20 ഇത് 80 അല്ലേ? ഇതിട്ടോ, ഇത് ഈ റേഷ്യോ 3:10, 30, 4:20, 80, 4:9, 36. ബിക്കോസ് നമ്പർ ഓഫ് ബാച്ചസ് ഉപയോഗിക്കണം, അല്ലാണ്ട് പെർ ബാച്ച്. ഇത് കണ്ട്, ഇത് പ്രൊഡക്റ്റ് നമ്പർ ഓഫ് ഹവേഴ്സ് പെർ ബാച്ച് ആണ്. ടോട്ടലിൽ വേണം അലോക്കേറ്റ് ചെയ്യാൻ. 30:80:36 ഈ റേഷ്യോയിലാണ് ഇൻസ്പെക്ഷൻ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാൻ പോണത് നമ്മൾ. ഇൻസ്പെക്ഷൻ കോസ്റ്റ് എത്രയുണ്ട്? ഇൻസ്പെക്ഷൻ കോസ്റ്റ് ടോട്ടൽ 73,000 ഉണ്ട്. ടോട്ടൽ കോളത്തിൽ അത് എഴുതാം, ഈ റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ഒന്നും ചെയ്യണില്ല? ഇതിപ്പോൾ എക്സാം ഒക്കെ ആയില്ലേ, ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പ വഴി ചെയ്യണം, അല്ലാണ്ട് മറ്റേതൊന്നും ചെയ്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം. 73,000 ഡിവൈഡഡ് ബൈ, ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 80 + 30 110, 110 + 36 146. 73,000 ഡിവൈഡ് ബൈ 146 ഇൻറ്റു 30. 500 ആണ്. 500 × 30 15,000. 500 × 80 40,000. 500 × 36 18,000. ഇൻസ്പെക്ഷൻ കോസ്റ്റ്. രണ്ടാമത്തെ കോസ്റ്റ് എന്താണ്? റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ അത് നോക്കിയാൽ അതിനെന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിന് നമ്പർ ഓഫ് മെഷീൻ അവേഴ്സ് ഉണ്ട്. മെഷീൻ അവേഴ്സ്, അതായത് കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ് ഡ്രൈവർ, മെഷീൻ അവേഴ്സ്. അപ്പോൾ ഈ റേഷ്യോയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണ റേഷ്യോ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതും നമ്പർ ഓഫ് മെഷീൻ അവേഴ്സ് പെർ ബാച്ച് ആണ്. ഇൻറ്റു നമ്പർ ഓഫ് ബാച്ചസ് ചെയ്യണം. ഓക്കെ, ഈ ഇൻറ്റു 10, ഇൻറ്റു 20, ഇൻറ്റു 9 അത് ചെയ്യണം. അപ്പോൾ 20 × 10 200 പ്ലസ് 12 × 20 240 is to 30 × 9 270. 20:24:27 റേഷ്യോയിലാണ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് എത്ര ഉണ്ട്? 1,42,000. 20 + 24 + 27 71. 1,42,000 ഡിവൈഡഡ് ബൈ 71 ചെയ്ത 2,000. 2,000 × 20 40,000. 48,000. 54,000. ഓക്കെ, മൂന്നാമത്തത് ഡൈ കോസ്റ്റ് വരും. എടാ എല്ലാവരും വരെ എത്തിയാടാ? മനസ്സിലാവണ്ട? എന്തെങ്കിലും പറഞ്ഞു തന്നോ? ക്ലിയർ ആണോ അമൽ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തത് ഡൈ കോസ്റ്റ്. ഡൈ കോസ്റ്റ് എത്ര റുപ്പീസാണ് ക്വസ്റ്റ്യനിലുള്ളത്? 10,250 ആണ്.
അത് ഏത് ബേസിസിൽ അപ്പോർഷൻ ചെയ്യും? ഡൈ കോസ്റ്റിന് ദേ ഇവിടെ തന്നെ അവർ തന്നിട്ടുണ്ട്. ഡൈ കോസ്റ്റ് പെർ പ്രൊഡക്ഷൻ റൺ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ പെർ പ്രൊഡക്ഷൻ റണ്ണിന് ഇൻറ്റു നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺ ചെയ്യണം. ഓക്കെ, 200, 300, 250. പക്ഷെ അതിനെ നമ്മൾ ഇൻറ്റു നമ്പർ ഓഫ് ബാച്ചസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 200 ഇൻറ്റു 10, 2000. 200 into 10, 2000 is to 300 into 20, 6000 is to 250 into 9, 2250. ഓ ആക്ച്വലി ഇത് ഓൾറെഡി ഡൈ കോസ്റ്റ് തന്നെയാണ് തന്നേക്കുന്നത്. ഇതിപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് കിട്ടും. അത് വെറുതെ എടുത്ത് എഴുതിയാൽ മതി. 2000 rupees, 6000 rupees, 2250 rupees. അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ 10,250 വരും ഡൈ കോസ്റ്റ്. ഓക്കെ, ബിക്കോസ് കോസ്റ്റ് തന്നെ അവർ സ്പ്ലിറ്റ് ചെയ്ത് തന്നേക്കുവാണ്. കോസ്റ്റ് പെർ ബാച്ചാണ് തന്നേക്കുന്നത്. നമ്മൾ ഇൻറ്റു നമ്പർ ഓഫ് ബാച്ച് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, ശരി. ഇനി ആകെ ഒരേ ഒരെണ്ണേ ഉള്ളൂ, സെല്ലിംഗ് ഓവർ ഹെഡ്. ശരിക്കും പറഞ്ഞത് ഇവിടെയാണ്. ഇത് മൈനസ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ എഴുതിയേക്കാം, നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാൻ വേണ്ടി. ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായടാ? സെയിൽസിൽ നിന്ന് ഇത്രയും മൈനസ് ചെയ്താൽ COGS കിട്ടും. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ഇത് എഴുതിക്കോ കേട്ടോ. COGS ഞാൻ എഴുതല്ല, നിങ്ങൾ മൈനസ് ചെയ്ത് എഴുതിക്കോ. COGS നിന്ന് നമുക്കിനി എന്തുകൂടെ മൈനസ് ചെയ്യാം? സെല്ലിംഗ് ഓവർ ഹെഡ്സ് മൈനസ് ചെയ്യാം. സെല്ലിംഗ് ഓവർ ഹെഡ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടില്ലേ, കണ്ട 3 ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഉണ്ട്, പാക്കിംഗ് കോസ്റ്റ് ഉണ്ട്, അതർ സെല്ലിംഗ് ഓവർ ഹെഡ് ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് അത് എക്കില്ല. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ബിക്കും സിക്കും മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡിൻ്റെ റേഷ്യോയിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 0:56,000:27,000. അതല്ലേ നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്? അതെ, അപ്പം 83,000. അത് ഈസി ആയല്ലോ അപ്പോൾ. കാരണം എന്താ, 80 ഇവിടെ നോക്കിയാൽ 83,000 ആണ് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ 83 ആവുന്നത്. അപ്പോൾ നമുക്ക് നേരെ എഴുതാം ₹56,000, 27,000. അതായത് ഒരു യൂണിറ്റിന് 1 രൂപയായിരിക്കും സെല്ലിംഗ് ഓവർ ഹെഡ്. സെല്ലിംഗ് ഓവർ ഹെഡ് പെർ യൂണിറ്റ് 1 രൂപയാണ്. അപ്പോൾ ഈ റേഷ്യോയിൽ സ്പ്ലിറ്റ് ആകുമ്പോൾ. അടുത്തത് പാക്കിംഗ് കോസ്റ്റ്. അത് ബിയുടെ ആണെന്ന് പറയാനുണ്ട്. പാക്കിംഗ് കോസ്റ്റ് ബി 54,000. ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. അതർ സെല്ലിംഗ് ഓവർ ഹെഡ് 25,000. അത് ഏത് റേഷ്യോയിൽ? സെയിൽസിൻ്റെ റേഷ്യോയിൽ. ഓക്കെ, 25,000:56,000:27. സെയിൽസ് ക്വാണ്ടിറ്റിയുടെ ബേസിസിലാട്ടോ, സോറി. അതർ സെല്ലിംഗ് ഓവർ ഹെഡ് സെയിൽസ് ക്വാണ്ടിറ്റിയുടെ ബേസിസിൽ. അപ്പോൾ നോക്കിയേ, 25 + 56 + 27 ചെയ്താൽ 108 വരും. 25,000 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 25,000. 5787 12962 6250. എല്ലാവരും പ്രോഫിറ്റ് കണ്ടുപിടിച്ചടാ. എല്ലാവരും പ്രോഫിറ്റ് കണ്ടുപിടിച്ചേ. ഞാൻ സജസ്റ്റർ ആൻസറിലെ പ്രോഫിറ്റ് പറയാം, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതിയല്ലോ. ഞാൻ ഫൈനൽ പ്രോഫിറ്റ് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടണ്ട നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണം.
ഇതാണോടാ പ്രോഫിറ്റ്? ഓക്കെ, ടോട്ടൽ പ്രോഫിറ്റും കൂടെ എഴുതിയേക്കാം. ടോട്ടൽ പ്രോഫിറ്റ് മാറൂല, നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രോഫിറ്റ് തന്നെയാണ്. അത് എത്രയുടെ ആരെങ്കിലും ഒന്ന് പ്രോഫിറ്റ് പറഞ്ഞ ടോട്ടൽ? 84,813 പ്ലസ് 6,1,237 മൈനസ് 220 145,30 ആണോ? ഇതാണോ പ്രോഫിറ്റ്? ഓക്കെ, റാങ്ക് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. റാങ്ക് 1, 2, 3 പ്രൊഡക്റ്റിനെ റാങ്ക് ചെയ്യാനും കൂടെ പറഞ്ഞു. എടാ അപ്പോൾ ക്ലിയർ ആണോ ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ? മനസ്സിലായോ? നമ്മൾ ടെക്സ്റ്റിലൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് വെച്ചിട്ടാണ് ചെയ്യണത്. ആ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു ഫിഗർ ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റിൻ്റെ അതുണ്ട്, ഇത് ഈ സെല്ലിംഗ് ഓവർഹെഡിൻ്റെ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഇതാണ് ആക്ടിവിറ്റി കോസ്റ്റ്. 25,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ, അതിനാണ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എന്ന് പറയണത്. നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്. 25,000 ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,08,000 എന്ന് വരും. അപ്പോൾ നമുക്ക് 0.23 എന്ന് കിട്ടും. അതാണ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. 0.23 ഇൻറ്റു ഈ ഓരോന്നും ഇൻറ്റു ചെയ്യുമല്ലോ. ആ ഓരോന്നും ഇൻറ്റു ചെയ്ത ഫിഗർ നമ്മൾ ഡയറക്റ്റ്ലി ഇവിടെ അങ്ങോട്ട് എഴുതിയേക്കുവാണ്. അതായത് ഒരു സ്റ്റെപ്പ് നമ്മൾ ഒഴിവാക്കി, എളുപ്പമായിട്ട് ഇങ്ങനെ ചെയ്തു കേട്ടോ. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടുപിടിക്കാൻ പറയും അവർ. അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ട് അത് ചെയ്യണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നേരെ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യരുത്. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇവിടെ അത് ചോദിച്ചിട്ടില്ല. പിന്നെ 2 മെത്തേഡിൽ ചെയ്യാനുണ്ട്, അപ്പോൾ ഒരുപാട് സമയം പോകുമല്ലോ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ ആൻസർ?